ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു സ്പെഷ്യൽ മസാലയിൽ കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. ഈ ചിക്കൻ ഫ്രൈ നിങ്ങൾ ഒരിക്കലും ട്രൈ നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് അത് നഷ്ടം തന്നെയാണ് കേട്ടോ. അത്ര ടേസ്റ്റാണിത്. പൊറോട്ടേനെയും ചപ്പാത്തിൻ്റെയും എന്തിൻ്റെയും കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുളകൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ള മുളകാണ്, എരിവ് നോക്കിയെടുക്കുക. അതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു 300 മുതൽ 400 ഗ്രാം അളവിലുള്ള വലിയ പീസുള്ള ചിക്കനാണ് ഇതിലേക്ക് വേണ്ടത്. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു മുളക് നമ്മൾ കുതിർത്ത വെള്ളം ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പെരിഞ്ചീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും ചേരുവകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചേരുവകളുടെ അളവെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അങ്ങനെ ഞാനിപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു അരപ്പ് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഇനി ബാക്കിയുള്ള അരപ്പുണ്ടല്ലോ, നമ്മൾ അരച്ചെടുത്തത്, അത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും 1/2 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചാണ് കേട്ടോ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ചിക്കൻ എടുക്കുന്നോ അതിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്തണം. ഇതിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി, ഒരു നേരത്തേക്കുള്ള അളവിലാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിന്നറിലേക്ക് സ്പെഷ്യലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മസാല അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ ഓവർനൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു 1-2 മണിക്കൂറോളം നമ്മൾ വെക്കണം. മിനിമം 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം. ഞാനിപ്പോൾ 2 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും പച്ചമുളകുമാണ്. ആദ്യം തന്നെ കറിവേപ്പിലയും പച്ചമുളകും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറിവേപ്പിലയ്ക്കും അതുപോലെ തന്നെ പച്ചമുളകിനും നല്ലൊരു ഫ്ലേവറാണ്, അത് ഈ എണ്ണയിലുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിക്കനിലേക്കൊക്കെ ആ ഒരു കറിവേപ്പിലേൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ കിട്ടും. പിന്നെ പച്ചമുളക് ഒരുപാടിട്ട് ഫ്രൈ ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക, പച്ചമുളക് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ എണ്ണയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപാട് ഉപയോഗിക്കരുത്. നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളതെന്ന് വെക്കുന്നതായിരിക്കുമല്ലോ, 2 മണിക്കൂറൊന്നും പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് അതിനെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത് അപ്പാടെ തന്നെ നമ്മൾ ഫ്രൈ ഇങ്ങനെ മറിച്ചിടരുത്. കുറച്ച് നേരം ഒന്ന് 2-3-4 മിനിറ്റ് ഒന്ന് വെക്കണം. അതിന് ശേഷമേ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ ഇളകി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനിപ്പോൾ അത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ എല്ലാ പീസും നമുക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ മുഴുവനായിട്ട് ഇടണ്ട, ബാച്ചായിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെക്കുക, എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കോട്ടിങ് മൊത്തം ഇളകിപ്പോകും. നമ്മൾ കോൺഫ്ലോറും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ആ ക്രിസ്പിനെസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ക്ഷമയോടുകൂടി തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇതിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ്. അല്ലാതെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്താലൊന്നും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മളുടെ എല്ലാം ചിക്കനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ മസാല, അതാണ് ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ സീക്രട്ട്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് തേങ്ങ, ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ, നമ്മൾ എത്രത്തോളം ചിക്കനാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മസാലയിലേക്ക്. എന്നിട്ട് അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു തേങ്ങ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ തീയിലിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് മൊരിഞ്ഞു വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞാൽ മതി, ഒരുപാട് അങ്ങനെ കരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും ഞാൻ എടുക്കുകയാണ്.
കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. ആ ചിക്കൻ്റെ പൊരിച്ചതിന് കൊടുക്കാൻ എക്സ്ട്രാ ഒരു ഫ്ലേവറായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പൊരിച്ച ചിക്കൻ്റെ മുകളിലേക്ക് ആ ഒരു തേങ്ങ ഫ്രൈ ചെയ്തിട്ടുള്ള തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കൈവച്ചാക്കണ്ട, നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ ചൂടോടുകൂടി തന്നെ നമ്മൾ മിക്സ് ചെയ്യുക. ഇപ്പോൾ ദാ എല്ലാം തന്നെ മിക്സായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മുടെ എല്ലാ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ തേങ്ങയും ആ കറിവേപ്പിലേൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് എത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു രീതിയിലാണ് ഉള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. ഈ ചിക്കൻ ഫ്രൈയുടെ പേരെന്ന് പറയുന്നത് പയ്യോളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. അത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് വെറും ആ ചപ്പാത്തിയും ഇത് മാത്രം തന്നെ കഴിക്കാം. കാരണം അതിനകത്ത് അത്യാവശ്യം നല്ല മസാലയുണ്ട്, അതുപോലെ തന്നെ ആ തേങ്ങയും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ സ്പെഷ്യൽ കറികളുടെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിപ്പം ഇവിടെ കഴിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് എന്താണ് പൊറോട്ടേൻ്റെ കൂടെയാണ് കേട്ടോ. ഡിന്നറിനായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എന്താണ് ഈ കക്ക് കരൾ അങ്ങനത്തെ ഒക്കെ ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നത് എനിക്കറിയില്ല. ലിവറൊക്കെ എനിക്ക് കൂടുതൽ ഫ്രൈ ചെയ്താൽ ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. ഈ ലിവറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് എനിക്ക് അത് കറി വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പൊതുവേ ലിവർ അതുപോലെ തന്നെ ചിക്കനെ കുറച്ച് പാർട്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഈ ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അതായത് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ തന്നെയാണിത്. പിന്നെ വലിയ പീസായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്ക് ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിച്ച് മാംസത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ മസാല ടേസ്റ്റൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സജഷൻസ് അറിയിക്കണേ. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.